ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് ടി വി. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ 9ാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തും ബ്രൈറ്റും ആക്കുന്ന ഒരു ഹോം ഫേഷ്യലാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു 20-25 മിനിറ്റുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ഫേഷ്യൽ തന്നെയാണ്. നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ ഇൻ കേസ് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് അത് പൗഡർ ആയിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന മുമ്പ് ജസ്റ്റ് ഹണി മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. വളരെ സ്കിന്ന് സ്മൂത്ത് ആക്കുക, ഒപ്പം തന്നെ നല്ല ബ്രൈറ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ പോർസ് ഒക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ഈസി ആയിട്ട് മാറ്റുകയും ചെയ്യും. നിങ്ങൾ ഒരു ദിവസം പോലും മിസ്സാക്കാണ്ട് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ നാളെ ചെയ്യുക. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്ന അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവിട്ട് ഒരു ദിവസം ഇതാണെന്നുണ്ടെങ്കിൽ മറ്റേ ദിവസം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന നമ്മുടെ ഐസ് ക്യൂബ്, അങ്ങനെ മാറി നമ്മൾ ത്രൂ ഔട്ട് 7 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഒരു ദിവസം പോലും നമ്മൾ സ്കിപ്പ് ആക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റ് മനസ്സിലാവും. നിങ്ങൾ സ്കിന്നിൽ നമ്മൾ നോക്കുക. ഇന്നത്തെ ദിവസവും അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെയാണ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നാളത്തെ ദിവസം പോലുള്ള നമ്മൾ 7 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസും നിങ്ങൾക്കത് ഫീൽ ആവും. നല്ലപോലെ നമ്മുടെ ഫേസ് നല്ല ടൈറ്റ് ആവും. അതുപോലെ തന്നെ ഓപ്പൺ പോർസ് മാറും, നല്ല സ്കിന്നും ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളുമാണ്, എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മൾ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടുപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറയണത്. പിന്നെ ജെൻസ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടർമറിക്ക് മാത്രം സ്കിപ്പ് ചെയ്യുക, ബാക്കിയെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ജെൻസിനും യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ചെയ്യണം. ചെയ്തിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. എനിക്ക് ഒരുപാട് കമന്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയാ, നമ്മള് ഗിവ് അവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മെയിൽ അയക്കണം. നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് മെയിൽ ചെയ്യണം. നിങ്ങൾ ആരാണ്, എങ്ങനെയാണ്, എവിടെയാണ്, എന്തെല്ലാന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കണേ. പിന്നെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എന്താ പുതിയതായിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാകുമ്പോൾ എനിക്ക് അതിൻ്റെ അറിയാൻ പറ്റുമല്ലോ. നിങ്ങൾ എത്ര നാളെ കാണുന്നു, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൽ അയക്കാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് കൂടുതൽ അറിയാനും പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യണം. സ്ഥിരം എനിക്ക് കമൻറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെയിൽ ചെയ്യുന്നതും ഇതാണ് പ്രധാനമായിട്ട് നോക്കണേ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കണം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഫേസ്ബുക്ക് പേജ് ഉള്ളവരും അതുപോലെ ഇൻസ്റ്റഗ്രാം ഉള്ളവരും അതിൽ ഫോളോ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അതും നമുക്ക് എല്ലാത്തിലും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ ആവുമെന്ന് വേണ്ട, കുഴപ്പമില്ല. ഈ മെയിൽ അയക്കുന്ന കാര്യം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കാണ്ടിരിക്കുക. ഇനി എന്താ, അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് സോഫ്റ്റ് മെയ്ഡ് ലിപ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിൾ, ഞാനിവിടെ ഒരു മോളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കളറാണ്, ഒരു പീച്ച് കളറാണ്. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ എന്താ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിരിക്കണം എൻ്റെ ഹസ്ബൻഡാണ്. ഇന്ന് ഹാഫ് ഡേ ഔട്ടിങ് പ്രമാണിച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. വെറുതെ ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സൈഡിട്ട് ഫുള്ള് പുള്ളിയാടും എൻ്റെ കണ്ണ് എഴുതിയതും അതുപോലെ ഇതൊക്കെ ചെയ്തിരിക്കണതും എൻ്റെ ലിപ്സ്റ്റിക് ഇട്ടതും ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഇങ്ങനെ ഇത് ഐസ് ക്യൂബ് ഉണ്ടാക്കി മസാജ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വലിയ സ്പൂണാണ് എടുത്തിരിക്കണേ. അപ്പോൾ നമ്മൾ എത്ര ദിവസം ഉപയോഗിക്കണോ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് ഒരു 2 ആഴ്ച കണക്കാക്കി ഉണ്ടാക്കണേ. അപ്പോൾ ഞാനിതിലേക്ക് 5 വലിയ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുത്തിരിക്കുന്നത് സിനമൺ പൗഡറാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 3 വലിയ സ്പൂണാണ്. ആദ്യം നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അരിപ്പൊടി എടുക്കുക. അപ്പോൾ ഞാൻ 2 ആഴ്ച കണക്കാക്കി ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 വലിയ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പരിപ്പ് ഉണ്ട്. പരിപ്പ് ഈ ഓറഞ്ച് കളറുള്ള പരിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളറ് പരിപ്പായാലും കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടെ എനിക്ക് എഫക്റ്റ് തോന്നിയിട്ടുള്ളത് ഈ ഓറഞ്ച് കളർ പരിപ്പാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ അരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇതിനകത്ത് കുറച്ച് തരിയുണ്ട്. അപ്പോൾ അരിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. സ്ക്രബായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തരി യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേണ്ടത് നന്നായിട്ട് പൊടിയുള്ളതാണ്. ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അനുസരിച്ച് പരിപ്പ് മുകളിൽ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഓറഞ്ച് കളറുള്ള പരിപ്പാണെന്ന് ഏറ്റവും നല്ലത്. ഇത് നമ്മൾ അരിപ്പൊടി എത്രയാണ് എടുത്തിരിക്കുന്നത് അത് 1:1 എന്നുള്ള അളവ് ചേർക്കുക. അതായത് 5 സ്പൂൺ ആണെങ്കിൽ 5 സ്പൂൺ തന്നെ നമ്മളുടെ പരിപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ എന്ന് പറയുന്നത് ഞാൻ 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ കോഫി പൗഡർ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സിനമൺ പൗഡറാണ്. സിനമൺ നമ്മൾ ഒന്ന് പൊടിച്ചെടുത്താൽ മതി, വറക്കണമെന്നൊന്നുമില്ല, നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ സിനമൺ പൗഡറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. ഇത് കണ്ടോ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള പൗഡർ നമുക്ക് എടുക്കാം.
പിന്നെ നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഹണിയാണ്. നമുക്ക് ഏത് ഹണി വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഡാബറിൻ്റെ ഹണിയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ തീർന്നു. ഇവിടെ കിട്ടുന്ന ഹണിയാണിത്. ഇതും നല്ല ഹണിയാണ് കേട്ടോ. നമ്മളുടെ ഇവിടെ അവൈലബിൾ ആണ് അൽഷിഫയുടെ. അപ്പോൾ ഇതായാലും ഏതെങ്കിലും നമ്മൾ എടുക്കുക. അത് നമ്മൾ ഒരു 3 വലിയ സ്പൂൺ ഹണി കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു പാത്രം എടുക്കുകയാണ്. ആ പാത്രത്തിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മളുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മളുടെ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മളുടെ പരിപ്പാണ്. പരിപ്പോട് ചേർത്ത് കൊടുക്കുക. പരിപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മളുടെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം നമ്മൾക്ക് പൗഡർ എല്ലാം കൂടെ ഒന്നിച്ചാക്കാം. ഫ്രിഡ്ജ് ഇല്ലാത്തവർ ഇതുപോലെ തന്നെ എല്ലാ പൗഡറും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഹണി ചേർത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ഹണി ഇതിലേക്ക് ചേർക്കാം. 3 വലിയ സ്പൂൺ ഹണിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് റോസ് വാട്ടർ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റോസ് വാട്ടർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയുള്ള എഫക്റ്റ് ആണ്. പിന്നെ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഐസ് ക്യൂബ് ആക്കി മാറ്റണം. ഇതുപോലത്തെ ഒരു ഐസ് ക്യൂബിന് ചെറിയ ട്രെയിലായിട്ട് നമ്മളിത് മാറ്റിയിട്ട് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുക. നമ്മളൊരു 2 ആഴ്ചത്തേക്കാണെങ്കിൽ ഒരു 14 എണ്ണം സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ട് നമ്മളിത് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം നന്നായിട്ട് സെറ്റായതിന് ശേഷം നമ്മൾ ഡെയിലി ഒന്ന് ഈവനിങ്ങിൽ എടുത്തതിന് ശേഷം നമ്മളുടെ ഫേസിൽ ഇതുപോലെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് ഐസ് കൊണ്ട് തന്നെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ കെട്ടിയിട്ട് നമുക്കിതിങ്ങനെ മസാജ് ചെയ്യാം. പിമ്പിൾസ് ഉള്ളവർ മാത്രം ഐസ് ക്യൂബ് കൊണ്ട് കുറേ നേരം മസാജ് ചെയ്യരുത്. അല്ലാത്ത സ്കിന്നാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മസാജ് ചെയ്യുക ഒരു 10 മിനിറ്റ്. അതിന് ശേഷം മാത്രം നമ്മൾ 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. സിനമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിനമൺ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു പുകച്ചിലുണ്ടാവും. അത് കാര്യമാക്കൊന്നും വേണ്ട. അത് നമ്മൾ അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മൾ ഫേസിൽ അലോവേര ജെല്ല് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും അപ്ലൈ ചെയ്യുക. ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ്ങും മറക്കരുത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യണ നിങ്ങൾ സോപ്പൊന്നും സ്കിന്നിൽ ഉപയോഗിക്കരുത്. സോപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സോപ്പ് ഒട്ടും ഉപയോഗിക്കരുത്. ഫേസ് വാഷ് ഒന്നും നമ്മൾ ഈ ഒരു 1 മന്ത് ഉപയോഗിക്കരുത്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഒരു പൗഡർ ഉണ്ടാക്കാൻ പറഞ്ഞില്ല, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ എവിടെ പോകണമെങ്കിലും കൊണ്ടുപോയിട്ട് അത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അത് വാഷ് ചെയ്യുക. നമ്മൾ മാക്സിമം അത് തന്നെ നോക്കുക. ഇതെൻ്റെ അക്കൂസിൻ്റെ കുഞ്ഞിപ്പൂച്ചയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ക്യൂട്ടിയാണ് അല്ലേ? ഞങ്ങളുടെ വീട്ടിലെ പുതിയ ആളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക. എന്തെങ്കിലും അതുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ വെക്കുക. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ സിനമൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ നമ്മൾ ഞാൻ ഇട്ടിരിക്കുന്ന പൊട്ടാറ്റോ മാത്രമായിട്ട് ത്രൂ ഔട്ട് 7 days ചെയ്താൽ മതി. യൂസ് ചെയ്യണം. ആദ്യം നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കുക. സെൻസിറ്റീവ് സ്കിൻ അല്ല, ഏത് ടൈപ്പ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. പിന്നെ അത് കൂടാതെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനും മറക്കരുത്. പിന്നെ സൺസ്ക്രീൻ ലോഷനും മറക്കാണ്ട് ഉപയോഗിക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.